ഒരു പണ്ഡിതനും പ്രേഷിതനുമായിരുന്ന വിശുദ്ധ പന്തേനോസ് 2-ാം നൂറ്റാണ്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. ജന്മം കൊണ്ട് വിശുദ്ധൻ ഒരു സിസിലിയ സ്വദേശിയായിരുന്നു. ക്രൈസ്തവരുടെ സംസാരത്തിലെ നിഷ്കളങ്കതയും വശ്യതയും വിശുദ്ധനെ ആകർഷിക്കുകയും അത് സത്യത്തിനു നേരെ തന്റെ കണ്ണുകൾ തുറക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതേ തുടർന്ന് പന്തേനോസ് വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുവാൻ ആരംഭിച്ചു. വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള വിശുദ്ധന്റെ അടങ്ങാത്ത ദാഹം അദ്ദേഹത്തെ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ എത്തിച്ചു. അവിടെ വിശുദ്ധ മാർക്കോസിന്റെ ശിഷ്യന്മാർ ക്രിസ്തീയ പ്രമാണങ്ങൾ പഠിപ്പിക്കുവാനായി ഒരു വിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പന്തേനോസ് നേടിയ അഗാധമായ പാണ്ഡിത്യം വഴിയായി അന്ധകാരത്തിൽ നിന്നും വിശുദ്ധന് പുറത്തേക്കിറങ്ങേണ്ടതായി വന്നു. അധികം വൈകാതെ തന്നെ വിശുദ്ധൻ ആ ക്രിസ്തീയ വിദ്യാലയത്തിന്റെ തലവനായി നിയമിതനായി. പന്തേനോസിന്റെ അഗാധമായ പാണ്ഡിത്യത്താലും അദ്ദേഹത്തിന്റെ അധ്യാപന രീതിയുടെ പ്രത്യേകതയാലും ആ സ്ഥാപനത്തിന്റെ പ്രസിദ്ധി മറ്റുള്ള തത്വചിന്തകരുടെ വിദ്യാലയങ്ങളെക്കാളും ഒരുപാട് പ്രചരിച്ചു. വിശുദ്ധൻ പഠിപ്പിച്ചിരുന്ന പാഠങ്ങൾ അവ കേൾക്കുന്നവരുടെ ഉള്ളിൽ പ്രകാശവും അറിവും ഉളവാക്കാൻ ഉതകുന്നതായിരുന്നു. ഇതിനിടെ അലക്സാൻഡ്രിയയിൽ വ്യാപാരത്തിനെത്തിയ ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം സന്ദർശിക്കുവാൻ വിശുദ്ധനെ ക്ഷണിച്ചു. പിന്നീട് വിശുദ്ധൻ തന്റെ വിദ്യാലയം ഉപേക്ഷിച്ച് കിഴക്കൻ രാജ്യങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാനായി പോയി. വിശ്വാസത്തിന്റെ ചില വിത്തുകൾ ഇതിനോടകം തന്നെ അവിടെ മുളച്ചതായി വിശുദ്ധന് കാണുവാൻ കഴിഞ്ഞു. 216 വരെ തന്റെ സ്വകാര്യ അധ്യാപനം തുടർന്നതിനു ശേഷം തന്റെ മരണം കൊണ്ട് മഹനീയവുമായ ജീവിതത്തിന് വിശുദ്ധൻ അന്ത്യം കുറിച്ചു.